acting on drugs acting on CNS henbane and atropaberidone നമുക്ക് important ആയിട്ടുള്ള drugs ആണ്. Then coming aconite. Aconite is also called as moon's hood അല്ലെങ്കിൽ aconite root എന്ന് പറയും. Diterpene alkaloids ആണ്. Dried root of Aconitum napellus ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഫാമിലി എന്താണ്? Ranunculaceae ആണ്. And it contain aconitin, hypoaconitin, neopenin, napenin, neoline. Then spartine and ephedrine. Also contains aconitic acid, succinic acid and starch. Neuralgia, sciatica, rheumatism, inflammation, analgesic, cardiac depressant ആയിട്ടൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം. Then ashwagandha എന്താണ്? Withania root and winter cherry, dried root and stem base of Withania somnifera. അശ്വഗന്ധയുടെ ഫാമിലി എന്താണ്? Solanaceae. അപ്പൊ അശ്വഗന്ധ എന്ന് പറയുമ്പോൾ യെസ്സുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് ആലോചിക്കണം. അശ്വഗന്ധ കണ്ടീൻ സ്റ്റിറോയിഡൽ ആൽക്കലോയിഡ്. അപ്പം അതിന്റെ ഫാമിലി സോമിനിഫറ, അതും സ്റ്റാർട്ട് ചെയ്യുന്ന യെസ് ആണ്. അശ്വഗന്ധയുടെ ഫാമിലി സൊളാനേസിയ. അങ്ങനെ ഒരു 3S ബന്ധം നമുക്ക് കിട്ടുന്നുണ്ട്. സൊളാനേസിയെ, Withania somnifera, steroidal alkaloids. Okay. Main constituents alkaloid, steroidal lactones ആണ്. Among the various alkaloid, withanin ആണ് പ്രധാനമായിട്ടുള്ള constituents എന്ന് പറയുന്നത്. Withanolides-നകത്ത് വിതാഫെറിനും വിഥനോലൈഡും ഉണ്ട്. And sedative and hypnotic category immunomodulatory ആണ്. ഇത് steroidal alkaloid ആയതുകൊണ്ട് തന്നെ rheumatism, gout, sex stimulant, rejuvenator ഒക്കെ ആയിട്ട് ഇത് ആക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് അശ്വഗന്ധയുടെ പ്രത്യേകത. അപ്പൊ അശ്വഗന്ധ പറയുമ്പോഴേ സ്റ്റിറോയിഡൽ ആണ്. അതുകൊണ്ട് തന്നെ അശ്വഗന്ധ ഉപയോഗിക്കുന്നത് ഒരു സെക്സ് സ്റ്റിമുലേറ്റർ അല്ലെങ്കിൽ സെക്സ് റെജുവിനേറ്റർ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിലാണ്. നെക്സ്റ്റ് വൺ ഈസ് എഫിഡ്ര. എഫിഡ്രയുടെ പ്രത്യേകത എന്താണ്? അമിനോ അല്ലെങ്കിൽ പ്രോട്ടോ ആൽക്കലോയിഡ് ആണ് എഫിഡ്ര എന്ന് പറയുന്നത്. ഓക്കെ, എഫിഡ്ര ഈസ് അമിനോ അല്ലെങ്കിൽ പ്രോട്ടോ ആൽക്കലോയിഡ് ആണ് എഫിഡ്ര എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ എഫിഡ്രയുടെ മറ്റൊരു സിനോണിമാണ് മാഹ്വൈൻ. ഓക്കെ, മാഹ്വ. എഫിഡ്രയുടെ ഡ്രൈഡ് സ്റ്റെം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഫ് ദ ഫാമിലി അല്ലെങ്കിൽ പ്ലാന്റ് എഫിഡ്ര ജെറാർഡിയാന അല്ലെങ്കിൽ എഫിഡ്ര നെബ്രോഡെൻസിസ്. ഫാമിലി എന്താണ്? നെറ്റേസിയെ അല്ലെങ്കിൽ എഫിഡ്രേസിയെ. ഓട്ടത്തിലാണ് പൊതുവെ പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്യാറ്. അവിടെ 1% ഓഫ് ടോട്ടൽ ആൽക്കലോയിഡിനകത്ത് എഫിഡ്രിൻ ഉണ്ടായിരിക്കണം. എഫിഡ്ര സിലിക്ക, എഫിഡ്ര ഇക്വിസെറ്റിന ഒക്കെയാണ് പ്രധാനമായിട്ട് കിട്ടുന്ന സ്പീഷീസ്. Then it is found in China, Pakistan, India, also found in Spain, Afghanistan, grows in Western Himalaya and സിക്കിം. ഓക്കെ, സോ എഫിഡ്ര തന്നെ 4 പ്രധാനപ്പെട്ട സ്പീഷീസ് ആയിട്ടാണ് ഉള്ളത്. ഇന്ത്യയിൽ വളരുന്നത് എഫിഡ്ര ജെറാർഡിയാന ആൻഡ് എഫിഡ്ര മേജർ. ഓക്കെ, ദെൻ അമിനോ ആൽക്കലോയിഡ്സ് ഉണ്ട്. സ്യൂഡോ എഫിഡ്രിൻ ഉണ്ട്, എഫിഡ്രിൻ ഉണ്ട്, എഫിഡ്രിൻ ഉണ്ട്, എൻ-മീഥൈൽ എഫിഡ്രിൻ ഉണ്ട്. സിമ്പതോ മിമറ്റിക് ഡ്രഗ് ആണ്. അപ്പം സിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ മിമിക് ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ കാര്യങ്ങളാണ് നമ്മുടെ എഫിഡ്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്രോങ്കോ ഡയലേറ്റർ ആണ്. ആസ്മയിൽ യൂസ് ചെയ്യാം, ഹേ ഫീവറിനും ഹൈപ്പർ ടെൻഷനും ഉപയോഗിക്കാവുന്ന ഒരു ഡ്രഗ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒപ്പിയം. ഒപ്പിയം അറിയാലോ, പപ്പാവർ സോമനിഫറം പപ്പാവറേസിയ ആണ് അതിന്റെ ഫാമിലി വരുന്നത്. നമ്മൾ അൺറൈപ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂള് ചെറിയ ഇൻസിഷൻസ് ഇട്ട് ലാറ്റക്സ് ആണ് കളക്ട് ചെയ്യുക. ദെൻ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ആൽക്കലോയിഡ്സ് ആണുള്ളത്. ബെൻസൈൽ ഐസോഫിനോളിൻ ടൈപ്പും ദെൻ ഫിനാൻതറിൻ ടൈപ്പും. ഫിനാൻതറിൻ ആണ് മോർഫിൻ, കൊഡീൻ ആൻഡ് തിബിൻ. ബെൻസൈൽ ഐസോഫിനോളിൻ ആണ് എന്ന് വെച്ച് തുടങ്ങുന്ന ആൾക്കാരൊക്കെ. നാർക്കോട്ടിൻ, നോസ്കാപ്പൈൻ അല്ലെങ്കിൽ അത് രണ്ടും ഒന്ന് തന്നെയാണ്. നാർസീൻ എന്നൊക്കെ പറയുന്ന ആൾക്കാര്. യൂസ് എന്താ? ഒപ്പിയം കേൾക്കുമ്പോഴേ അറിയാം, ഡിപ്രസന്റ് ആക്ടിവിറ്റി, സെഡേറ്റീവ് ആക്ടിവിറ്റി. മോർഫിനൊക്കെ റെസ്പിറേറ്ററി ഡിപ്രഷനും കോൺസ്റ്റിപ്പേഷനും ഉണ്ടാക്കും. കൊഡീൻ ഒരു ആന്റി ടസീവ് ആണ്. പെപ്പാവറിൻ ഒരു സ്മൂത്ത് മസിൽ റിലാക്സന്റ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് കന്നാബിസ്. കന്നാബിനേസിയ ആണ് ഫാമിലി. കന്നാബിസ് സറ്റൈവയുടെ ഫ്ലവറിംഗ് ടോപ്സ് ആണ് എടുക്കുന്നത്. ഗഞ്ച, കന്നാബിസ് ഇൻഡിക്ക, ഇന്ത്യൻ ഹെമ്പ് എന്നൊക്കെയാണ് പൊതുവെ നമ്മൾ അതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ it contains 12 to 15% of resin with major principle tetrahydrocannabinol,
റെസിന്റെ അകത്ത് കന്നാബിലോണും കന്നാബിഡിയോളും കന്നാബിഡിനോളിക് ആസിഡും ഉണ്ട്. നാർക്കോട്ടിക് ആണ്, സെഡേറ്റീവ് ആണ്, അനാൽജസിക് ആണ്. നമ്മൾ ഒരു യൂഫോർബിയ, മെന്റൽ ഡിസ്റ്റർബൻസിനും ഇൻടോക്സിക്കേഷനൊക്കെ നമ്മളിതൊരു ഡ്രഗ് ആയിട്ട് ഉപയോഗിക്കും. ഈ ലാസ്റ്റ് വൺ ഞാൻ പറയാൻ പോകുന്നത് നക്സ്വോമിക്ക അഥവാ കാഞ്ഞിരം. കന്നാബിസിനകത്ത് ഉള്ളത് എന്താ? റെസിൻ ആണുള്ളത്. ഓക്കെ, പക്ഷെ നക്സ്വോമിക്ക എടുത്തേ. നക്സ്വോമിക്കകത്തുള്ളത് എന്താണ്? ഇൻഡോൾ ആൽക്കലോയിഡ്. വോമിക്കകത്ത് ഐ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇൻഡോൾ ആൽക്കലോയിഡിനകത്തും ഐ ഉണ്ട്. അങ്ങനെ ക്ലൂ ഇട്ട് പഠിക്കാം. ഓക്കെ, സോ നക്സ്വോമിക്ക ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം സ്ട്രെച്ചിനസ് നക്സ്വോമിക്ക. അതിന്റെ ഇൻഡോൾ ആൽക്കലോയിഡ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ക്രോഫിക് എന്നൊരു പേരും സെമൻ, സ്ട്രിച്ചിനി, നക്സ്വോമിക്ക സീഡ് എന്നൊക്കെ ഇതിനറിയപ്പെടാറുണ്ട്. ബിലോങ്സ് ടു ദ ഫാമിലി ലൊഗാനേസിയെ. ബിലോങ്സ് ടു ദ ഫാമിലി ലൊഗാനേസിയെ. ചീഫ് കോൺസ്റ്റുവന്റ് സ്ട്രിച്ചിനും ബ്രൂസിനും ആണ്. ഇതിനകത്ത് ബ്രൂസിനെയാണ് ഡോഗ് പോയിസൺ എന്ന് അറിയപ്പെടുന്നത്. ഇറ്റ് കണ്ടെയ്ൻഡ് ഗ്ലൈക്കോസൈഡ്സ്, ലൊഗാനിൻ, ദെൻ ക്ലോറോജെനിക് ആസിഡ്, ഫിക്സ്ഡ് ഓയിൽസ്, കാർഡിയാക് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നക്സ്വോമിക്ക. സ്റ്റൊമക്കിക് ആണ്, ടോണിക് ആണ്. ബ്രൂസിൻ ഇൻഹിബിറ്റബിൾ ഫാറ്റ്സിനെയും ആൽക്കഹോളിനെയൊക്കെ ഡീനാച്ചുറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഡ്രഗ് ആണ്. ഒരേ ഒരു ഡ്രഗ് ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. ആന്റി ഹൈപ്പർടെൻസീവ് കാറ്റഗറിയിൽ വരുന്ന റവോൾഫിയ. ഓക്കെ, സോ ഏറ്റവും ആദ്യം നമുക്ക് അതിന്റെ ഫാമിലി പഠിക്കാം. ഫാമിലി ഈസ് അപ്പോസൈനേസിയേ. ഓക്കെ, ബിലോങ്സ് ടു ദ ഫാമിലി അപ്പോസൈനേസിയേ. അപ്പം നിങ്ങളുടെ ബുക്കിനകത്തൊന്ന് എടുത്തേ. സോ ആന്റി ഹൈപ്പർടെൻസീവ്സ് ആണ് പറയുന്നത്. അപ്പൊ ആന്റി ഹൈപ്പർടെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ BP നോർമൽ ആക്കി വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ്, അല്ലെ? സോ ഇതിനകത്ത് ആന്റി ഹൈപ്പർടെൻസീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും റവോൾഫി ആണ്. റവോൾഫിയുടെ റൂട്ട് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ റവോൾഫിയ, ചൊട്ടാച്ചൻ, സർപ്പഗന്ധ, സ്നേക് റൂട്ട്, സർപ്പഗന്ധി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആളാണ് റവോൾഫിയ. ഓക്കെ, സോ ഡ്രൈഡ് റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ് റവോൾഫിയ സർപ്പന്റീന. മറക്കാനേ പാടില്ല. ബിലോങ്സ് ടു ദ ഫാമിലി അപ്പോസൈനേസിയെ. ഓക്കെ, റവോൾഫിയ ബിലോങ്സ് ടു ദ ഫാമിലി അപ്പോസൈനേസിയ ആണ് അതിന്റെ ഫാമിലി വരുന്നത്. ഓക്കെ, സോ സർപ്പന്റീന എന്ന് പറയും. റെസർപ്പൈൻ ആണ് അതിനകത്തുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ്. നമുക്ക് റൂട്ട് ആയിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. അതിന്റെ വേരുകൾ ഇങ്ങനെ ഉണങ്ങിയിട്ടാണ് നമ്മൾ അതിനെ എടുക്കുക. ഒരു ചുമല പുഷ്പം ഉള്ള ഒരു പ്ലാന്റ് ആണ്. ബിലോങ്സ് ടു ദ ഫാമിലി ഫസ്റ്റ് പഠിക്കുക, അപ്പോസൈനേസിയെ. സോ റവോൾഫിയ കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് റൂട്ട് ഓഫ് ദ പ്ലാന്റ്. റവോൾഫിയ സർപ്പന്റീന ബെൻഡ് ബിലോങ് ടു ദ ഫാമിലി അപ്പോസൈനേസിയെ. ഓട്ടത്തിലാണ് കളക്ട് ചെയ്യുക. ഒരു 3 മുതൽ 4 വർഷം വരെ പ്രായമുള്ള ഒരു പ്ലാന്റിന്റെ ബാർക്കും നമുക്ക് അതിന്റെ കൂടെ കളക്ട് ചെയ്യാം. ഓക്കെ, 0.14% ഓഫ് ആൽക്കലോയിഡ് അതിനകത്ത് ഉണ്ടാകും. റവോൾഫിയ റെഫേഴ്സ് ടു ദ നെയിം ഓഫ് എ സയന്റിസ്റ്റ് ഡോക്ടർ റവോൾഫ് ആൻഡ് സർപ്പന്റീന വിച്ച് അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് റവോൾഫും. ദെൻ സർപ്പന്റീന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതിന്റെ ഒരു സ്നേക്കിന്റെ പടം അല്ലെങ്കിൽ സ്നേക്ക് പോലെ തോന്നുന്നതാണ് അതിന്റെ റൂട്ട്. സോ ദാറ്റ് ഇസ് ദ നെയിം. അപ്പം ഫസ്റ്റ് പഠിക്കുന്നത് റവോൾഫിയ. റവോൾഫിയയിൽ ഉള്ളത് എന്താണ്? ഇൻഡോൾ ആൽക്കലോയിഡ്സ് ആണ് ഉള്ളത്. റവോൾഫിയ കനമതി FIA, ലാസ്റ്റ് IA ഉണ്ട്. സോ ഇൻഡോൾ ആൽക്കലോയിഡ്സ് ഫ്രം ദ പ്ലാന്റ് സർപ്പഗന്ധ. ഓക്കെ, സോ റൈസോം അല്ലെങ്കിൽ റൂട്ട് ഓഫ് റവോൾഫിയ സർപ്പന്റീന ബിലോങ്സ് ടു ദ ഫാമിലി അപ്പോസൈനേസിയെ. ഇമ്പോർട്ടന്റ് ആൽക്കലോയിഡ് ഏതാണ്? റെസർപൈൻ. പിന്നെ അതിൻ്റെ അകത്ത് വേറെയും കുറച്ചുണ്ട്. അജ്മാലിസീൻ, ദെൻ റെസിനിക്കാമൈൻ, റെസർപൈൻ, യോഹിംബീൻ, സർപ്പന്റീൻ, സർപ്പന്റിനീൻ ഒക്കെ അതിന്റെ അകത്തുള്ള സ്പീഷീസ് ആണ്. ഓക്കെ, സോ സെവറൽ സ്പീഷീസ് ഓഫ് റവോൾഫിയ ആർ ഫൗണ്ട് distributed in the tropical regions of Asia, America and Africa. Commercially, it is produced in India, Sri Lanka, Myanmar, Thailand and America. In India, it is cultivated in Uttar Pradesh, Bihar, Orissa, Tamil Nadu and West Bengal and Karnataka. So,
കൾട്ടിവേഷൻ എന്താണ്, ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും റവോൾഫിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. പൊതുവെ നല്ലതുപോലെ വളരും. ഓക്കെ, ഹോട്ട് ക്ലൈമറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തണലിൽ നിന്നാൽ നന്നായിട്ട് വളരും. പക്ഷെ അതിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം എന്ന് പറയുന്നത് നല്ല കുഴഞ്ഞ ലോമി സോയിലാണ്. നല്ല രീതിയിൽ വളവും വളക്കൂറും ഡ്രെയിനേജും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് റവോൾഫിയ സെർപ്പന്റീന വളരുകയുള്ളൂ. പി എച്ച് എന്ന് പറയുന്നത് അസിഡിക് ആണ്. അപ്പം അസിഡിക് പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഏഴിനേക്കാൾ മുകളിലാണോ താഴെയാണോ? താഴെ. സോ 4 എന്ന് പറയുന്ന ഒരു പി എച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ സോയിൽ ബെസ്റ്റ് ആണ്. ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 10 to 38 degrees Celsius വരെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. റെയിൻഫോൾ 250 to 500. സോയിൽസ് കണ്ടെയ്ൻ ലാർജ് എമൗണ്ട് ഓഫ് സാൻഡ് ദാറ്റ് മേക്സ് ദ പ്ലാന്റ് മോർ സസെപ്റ്റബിൾ ടു ഡിസീസ്. ഓക്കെ, സോ അസുഖങ്ങളൊക്കെ പ്ലാന്റിന് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമുക്ക് ഒന്നെങ്കിൽ സീഡ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റൂട്ട്, അല്ലെങ്കിൽ ഒരു തണ്ട്, അല്ലെങ്കിൽ റൂട്ട് സ്റ്റമ്പ്, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ദ പ്രൊപ്പഗേഷൻ ഫ്രം സീഡ്സ് ഇസ് യൂഷ്വലി ദ മെത്തേഡ്. അപ്പൊ സീഡ് വഴിയാണ് പ്രധാനമായിട്ടും നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്തത്. ദ ഹെൽത്തി സീഡ്സ് ആർ സോൺ ഇൻ ടു ദ നഴ്സറി ബെഡ്. അപ്പം ഇത് ജെർമിനേറ്റ് ചെയ്യുന്നത് വളരെ പതിയെ ആയിരിക്കും, പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി നല്ലതായിരിക്കും. ഓക്കെ, സോ ഈ സീഡ്ലിങ് നമ്മളൊരു ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ മണ്ണിലേക്ക് മാറ്റും. നമുക്ക് ഒരു പർട്ടിക്കുലർ പ്ലാന്റിന് 5 കിലോ വരെ സീഡ് വേണം. ആ സീഡിൽ നിന്നായിരിക്കും 1 ഹെക്ടർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നമ്മൾ നടന്നത്. 1 ഹെക്ടറിൽ നടണമെങ്കിൽ നമുക്ക് ഒരു 5 കിലോ എങ്കിലും സീഡ് വേണം. ഓക്കെ, സോ 1 മീറ്റർ ഹൈറ്റിൽ വളരുന്നു. ഒരു റോസ് ടു റെഡ് കളർ ഫ്ലവർ ആണ്. ഫ്രൂട്ട് ഉണ്ടാവും, നമ്മുടെ ചെത്തിക്കായൊക്കെ പോലെ ഇരിക്കും. ചെത്തി ആലോചിച്ചാൽ മതി, ഒരു ചുമപ്പ് ചെത്തി. ഇപ്പൊ 1 മീറ്റർ ഹൈറ്റ്, റോസ് കളർഡ് ഫ്ലവേഴ്സ്, ദാറ്റ് മീൻസ് റെഡ് കളർ ഫ്ലവർ, പർപ്പിഷ് ബ്ലാക്ക് ഫ്രൂട്ട്. ചെത്തിയുടെ കാ കണ്ടിട്ടില്ലേ? ദ ഫ്ലവേഴ്സ് നമുക്ക് ഫെർട്ടിലൈസേഴ്സും മാനുവേഴ്സും ഒക്കെ ആയിട്ട് നമുക്കൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ അമോണിയം സൾഫേറ്റ്, യൂറിയ, ബോൺ മീൽ ഒക്കെയാണ് പ്ലാന്റിന് ഏറ്റവും നല്ലത്. വീഡ്സ് ഒന്നും ഉണ്ടാവാനും പാടില്ല. അപ്പൊ 3 മുതൽ 4 വയസ്സ് വരെ ഒരു പ്ലാന്റിനെ ആയിരിക്കുമല്ലോ നമ്മൾ ചൂസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ റൂട്ടിൽ നിന്ന് അതിനെ പൊക്കിയെടുത്തതിന് ശേഷം നല്ലതുപോലെ കട്ട് ചെയ്യുക, ക്ലീൻ ചെയ്യുക, വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മാർക്കറ്റിലേക്ക് വിൽക്കാനായിട്ട്. നമ്മുടെ സാധാ വേരുകളെ പോലെ തന്നെ ഒരു ഗ്രേയിഷ് ബ്രൗൺ നിറമുണ്ട്. സ്മെൽ എന്താണ്? സ്മെൽ അങ്ങനെ പ്രത്യേകിച്ച് റവോൾഫിക്ക് സ്മെല്ലില്ല, ഓർഡർലെസ് ആണ്. 10 to 15 സെന്റിമീറ്റർ ലോങ് ആണ്, 1 to 3 സെന്റിമീറ്റർ ഡയമീറ്റർ ആണ്. റൂട്ട്സ് എന്ന് പറയുന്നത് സബ് സിലിണ്ടറിക്കൽ ആണ്, സ്ലൈറ്റ്ലി ടേപ്പറിംഗ് ആൻഡ് ടോർച്ചറസ്. ഫ്രാക്ചേഴ്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഒടിവുകൾ ഉണ്ടാവും, അത് ഇറഗുലർ ആണ്. ദെൻ റൂട്ട്സ് എന്ന് പറയുന്നത് റഫ് ആണ്, longitudinal marketing and slightly wrinkled surface. Okay, so rootlets are usually absent and few small circular root scars are usually seen. അപ്പം നമ്മൾ കൂടുതൽ എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് ഒന്നും പോകണ്ട, മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സ് നോക്കുക. അതായത് അതിന്റെ കോർക്കിനകത്ത് സ്ട്രാറ്റിഫൈഡ് സെൽസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രാറ്റിഫൈഡ് സെൽസ് ഉണ്ട്, ഫെല്ലോഡേം ഉണ്ട്. ആ ഫെല്ലോഡേമില് പാരൻകൈമാറ്റിക് സെൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇത് പ്രധാനമായിട്ടും പഠിക്കുക. ദെൻ സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉണ്ട്, അത് പ്രധാനമാണ്. കാൽസ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് ഉണ്ട്, ലാറ്റക്സ് സെൽസ്, കറയുണ്ട്. ദെൻ ബ്രൗൺ റെസിനസ് മാറ്റർ ഉണ്ട്, ഇത്രയും പ്രധാനമാണ്. ഓക്കെ, സോ കോർക്ക് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്ട്രാറ്റിഫൈഡ് സെൽസ് ഫോളോഡ് ബൈ ഫെല്ലോഡേം ഓഫ് ഫ്യൂ റോസ് ഓഫ് പാരൻകൈമ. Phloem is narrow parenchymatous with a small scattered ആയിട്ടുള്ള സീഡ് ടിഷ്യൂസ്. പാരൻകൈമയിൽ സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉണ്ട്, ലാറ്റക്സ് സെൽസ് ഉണ്ട്, ബ്രൗൺ റെസിനസ് മാറ്റർ ഉണ്ട്. സെക്കൻഡറി ഫ്ലോയം കണ്ടെയ്ൻസ് കാൽസ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ്. ഓക്കെ, ദെൻ റൂട്ട് ആൻഡ് വെസൽസ്, ട്രാക്കിയോട്സ്, വുഡ് പാരൻകൈമ, വുഡ് ഫൈബേഴ്സ്. പിന്നെ പ്രധാനമായിട്ടതാണ് സ്റ്റോൺ സെൽസും ഫ്ലോയം ഫൈബേഴ്സും ഇതിൻ്റെ അകത്ത് ആബ്സെന്റ് ആണ്. നമുക്ക് മറ്റുള്ള റൂട്ടുകളിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള എളുപ്പമാർഗം ഇതാണ്. സ്റ്റോൺ സെൽസും ഫ്ലോയം ഫൈബേഴ്സും റവോൾഫിയെ സംബന്ധിച്ചിടത്തോളം ആബ്സെന്റ് ആണ്. ഇൻഡോൾ ആൽക്കലോയിഡ് ആണെന്ന് പറഞ്ഞു. 30 തരം ഇൻഡോൾ ആൽക്കലോയിഡുകളെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ടോട്ടൽ ആൽക്കലോയിഡൽ കണ്ടന്റിന്റെ അകത്ത് നിന്ന് റവോൾഫിയുടെ റൂട്ടില് 0.7 to 3% ആണ് റൂട്ടിലുള്ള ആൽക്കലോയിഡൽ കണ്ടന്റ് എന്ന് പറയുന്നത്. സോ ഇൻഡോൾ ആൽക്കലോയിഡ്, ഇൻഡോളിനീൻ ആൽക്കലോയിഡ്, ഇൻഡോലിനീൻ ആൽക്കലോയിഡ്, ഓക്സി ഇൻഡോൾ ആൽക്കലോയിഡ്, സ്യൂഡോ ഇൻഡോക്സി ആൽക്കലോയിഡ്. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആൽക്കലോയിഡ് ഓഫ് റവോൾഫി എന്താണ്? റെസർപൈൻ. സോ അപ്പാർട്ട് ഫ്രം ദ ആൽക്കലോയിഡ് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ ഒലിയോറസിൻ,
phytosterol, fatty acid, unsaturated alcohol and sugar. Other alkaloid present in the drug ഏതൊക്കെയാണ്? അജമാലിസിനിൻ, അജ്മാലിൻ, റവോൾഫിനിൻ. അപ്പം ഈ റസർപൈൻ എന്ന് ആലോചിക്കുന്നത് കൊണ്ട് തന്നെ റവോൾഫിനിൻ, റസർപൈനിൻ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സുപരിചിതമായിരിക്കും. ആ നിങ്ങളുടെ ഇപ്പം ഓപ്ഷന്റെ അകത്ത് യോഹിംബി, അജ്മാലിനിൻ, അജ്മാലിസിനിൻ, സർപ്പന്റീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സർപ്പന്റീന് ടിക്ക് കൊടുക്കുക. കാരണം എന്താ? അതിന്റെ ഫാമിലി അതാ അല്ലെ. അപ്പൊ റവോൾഫിയ സർപ്പന്റീന എന്ന് വെക്കുമ്പോൾ നിങ്ങൾ സർപ്പന്റീന കൊടുക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം യോഹിംബീൻ എന്ന് പറഞ്ഞാലും അജ്മാലിസീൻ എന്ന് പറഞ്ഞാലും അതെല്ലാം റസർപൈനിലുള്ള ആൽക്കലോയിഡ് ആണ്. മേജർ എന്നാണ് റസർപൈൻ ആൻഡ് റെസിനാമൈനും ഒക്കെ എസ്റ്റേഴ്സ് ആണ്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ സെയിം പ്ലാന്റ്. ഓക്കെ, സോ കലോറിമെട്രിയിൽ നമുക്ക് ആസിഡിക് സൊല്യൂഷന്റെ അകത്ത് സോഡിയം നൈട്രൈലുമായിട്ട് വെച്ചിട്ട് ഐഡന്റിഫിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് പറഞ്ഞുതരാം. ഒന്ന് വിത്ത് നൈട്രിക് ആസിഡ് നമുക്ക് കിട്ടുന്ന കളർ എന്താണ്? റെഡ് കളർ. ഓക്കെ, നമ്മുടെ റൂട്ടിനെ നൈട്രിക് ആസിഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ റെഡ് കളർ കിട്ടും. അത് ഒന്നാമത്തെ പോസിറ്റീവ് ടെസ്റ്റ്. ദെൻ വാനിലീനും നമ്മൾ അസറ്റിക് ആസിഡിൽ ഇട്ട് വെച്ചിരിക്കുക. ഈ വാനിലിന്റെ അകത്തേക്ക് നമ്മൾ റസർപൈൻ, അതായത് ഈ റൂട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു വയലറ്റ് റെഡ് കളർ കിട്ടും. ഓക്കെ, സോ ദ ആക്ടിവിറ്റീസ് ഓഫ് റവോൾഫിയ ആർ മെയിൻലി ഡ്യൂ ടു റസർപൈൻ. ഓക്കെ, അപ്പം അതിന്റെ അകത്ത്, ആ റൂട്ടിന്റെ അകത്തുള്ള കണ്ടിന് റസർപൈൻ ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഡിപ്രസന്റ് ആക്ഷൻ ഉണ്ടാക്കുന്നത് റസർപൈൻ ആണ്. ട്രയാങ്കുലൈസിംഗ് ഇഫക്റ്റ്, ഇമോഷണൽ കാംനെസ് വിത്തൗട്ട് പ്രൊഡ്യൂസിംഗ് ഹിപ്നോസിസ്, ലോവർ ദ ബ്ലഡ് പ്രഷർ. ഇറ്റ് ക്യാൻ ബി അഡ്മിനിസ്റ്റർഡ് ഓറലി ആൻഡ് ഹാസ് ക്യുമുലേറ്റീവ് ഇഫക്ട്. പേരന്റലി കൊടുക്കാം. ഹൈപ്പർ ടെൻഷന് ഓറൽ റൂട്ട് പൊതുവെ നമ്മൾ അങ്ങനെ പ്രിഫർ ചെയ്യത്തില്ല കേട്ടോ. സോ ആൻസൈറ്റിയിലും ഡിപ്രഷനിലും കാർഡിയാക് അരിത്മിയ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, ബ്രോങ്കൈറ്റിസിലൊക്കെ നമ്മൾ ഉപയോഗിക്കും. ആസ്മ, ഗാസ്ട്രിക് അൾസേഴ്സ്, കാരണം ആന്റി ഡിപ്രസന്റ് അല്ലേ. ട്രയാങ്കുലൈസിംഗ് ഇഫക്റ്റ്, ഹിപ്നോട്ടിക്, ദെൻ റസർപൈൻ, അജ്മാലിനൊക്കെയാണ് പ്രധാനമായിട്ടും കിട്ടുന്ന ആൽക്കലോയിഡ്. റവോൾഫിയുടെ ഫ്ലൂയിഡ് എക്സ്ട്രാക്ട് എടുക്കുക. ഓക്കെ, റവോൾഫിയ സർപ്പന്റിന എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതിന് വേറെ സ്പീഷീസ് കൊണ്ട് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. റവോൾഫിയ ഡെൻസിഫ്ലോറ, റവോൾഫിയ പെരാക്കനിസിസ്, അതൊക്കെയാണ് പ്രധാനമായിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ദെൻ റവോൾഫിയ ടെട്രാഫൈല അവരെയും യൂസ് ചെയ്യാറുണ്ട്. ദെൻ റവോൾഫിയ വൊമിറ്റോറിയ, ഇതിനെയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതിനെ അഡൾട്ടറേറ്റ് ചെയ്യാം. പക്ഷെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് ഐഡന്റിഫിക്കേഷൻ ഈസിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റോൺ സെൽസും ഫ്ലോയം ഫൈബേഴ്സും ഒക്കെ ആബ്സെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞില്ലേ. സോ അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഫൈബേഴ്സിന്റെ, റെസിനാമൈഡിന്റെ പ്രസൻസ് ആബ്സെൻസ് കൊണ്ടൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആന്റി ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ള റവോൾഫിയ ആണ്. ഇൻഡോൾ ആൽക്കലോയിഡ്, ഇൻഡോൾ ആൽക്കലോയിഡിലുള്ള വേറൊരു ഡ്രഗും കൂടെ പറഞ്ഞേ, നക്സ്മോമിക്ക, റസർപൈൻ, അപ്പോസൈനേസിയ ഫാമിലി contain the rhizome at the root of Rauwolfia serpentina. Important alkaloid reserpine ആണ്. അജ്മാലിൻ, അജ്മാലിസിൻ, റെസിനാമൈൻ, റെസർപിനിൻ, യോഹിംബിനിൻ, സർപ്പന്റൈൻ, സർപ്പന്റിനിൻ ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ന്യൂറോ സൈക്കാട്രിക് ഡിസോർഡേഴ്സിലും സർക്കുലേറ്ററി ഡിസോർഡേഴ്സിലും ഉപയോഗിക്കും. ഇതിനകത്ത് ഈ അജ്മാലിസിൻ എന്ന് പറഞ്ഞ ഏജന്റ് ആണ് സർക്കുലേറ്ററി ഡിസീസസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് പറയാൻ പോവാണേ എപ്പികാക്കുന. ഓക്കെ, സോ ആന്റി ഡിസെൻട്രിക് ആണ് എപ്പികാക്കുന. അത് കിട്ടുന്നത് എവിടെ നിന്നാണ്? എപ്പികാക്കിൽ നിന്നാണ് നമുക്ക് എപ്പികാക്കിന എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ഐസോക്വിനോളിൻ ആൽക്കലോയിഡ് ആണ് എപ്പികാക്കിന എന്ന് പറയുന്നത്. IPECACUANHA. ഓക്കെ, സ്പെല്ലിംഗ് മാറ്റിയൊക്കെ തരാം. സോ എപ്പികാക്കിന എന്ന് പറയാൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? We are obtaining it from that epicac in the family Rubiaceae family. It belongs to the family Rubiaceae. So epicac എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, ചെത്തിയുടെയൊക്കെ കാ പോലിരിക്കും, നല്ല നീണ്ട ഇലയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് എപ്പികാക് എന്ന് പറയുന്നത്. അതിന് തന്നെ പല പല സ്പീഷീസ് ഉണ്ട്. ഓക്കെ, സോ എപ്പികാക് എന്ന് പറയുന്ന സ്പീഷീസിന് നല്ല നീളമുള്ള ഇലയാണ്, വലിയ ഹൈറ്റ് ഒരു കുട്ടി ചെടി പോലിരിക്കും. അതിന്റെയും നമ്മൾ എടുക്കുന്നത് എന്താണ്? റൂട്ട് ആണ് എടുക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് റൂട്ട് അല്ലെങ്കിൽ റൈസോം ഓഫ്
സെഫാലിസ് എപ്പികാക്കുന അല്ലെങ്കിൽ സെഫാലിസ് അക്യുമിനാറ്റ. അപ്പം സെഫാലിസ് റുബിയേസിയ ഫാമിലി, സെഫാലിസ് എപ്പികാക്കുന ആൻഡ് സെഫാലിസ് അക്യുമിനാറ്റ. So epicacna, it is obtained from epicac, Cephalus epicacna and Cephalus acuminata. അപ്പം ഇതിന്റെ അകത്തുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണ്? ഐസോക്വിനോളിൻ ആൽക്കലോയിഡ്, ഫിനോളിക് അല്ലെങ്കിൽ നോൺ ഫിനോളിക് ഗ്രൂപ്പിലുള്ള ഐസോക്വിനോളിൻ ആൽക്കലോയിഡ്സ് ആണ് പ്രധാനമായിട്ടും ഇതിലുള്ളത്. ഓക്കെ, ദിസ് ഇസ് ആൻ ആന്റി ഡിസെൻട്രിക് ഏജന്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എൻ ആന്റി ഡിസെൻട്രിക് ഏജന്റ്. അപ്പം ഡിസെൻട്രി ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഐസോക്വിനോയിഡ് ഉണ്ട്. ഓ പറഞ്ഞോ, എന്തെങ്കിലും ചോദിച്ചോ? ഹലോ, ഓക്കെ. സോ അപ്പം ഇതിനകത്ത് ഐസോക്വിനോളിൻ ആൽക്കലോയിഡ്സ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ആൽക്കലോയിഡ് എന്ന് പറയുന്നത് എമിറ്റിൻ. ഓക്കെ, സോ ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ വയറിളക്കം അല്ലെങ്കിൽ ഛർദില്, ആന്റി ഡിസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ദാറ്റ് അല്ലെ. സോ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ. അപ്പൊ എമിറ്റിക് അല്ലെങ്കിൽ ഇതിന് ആന്റി ഡിസെൻട്രിക് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ എപ്പിക്കാക്കീസ് ഐസോക്വിനോളിൻ ആൽക്കലോയിഡ്സ് ആണ്. ഫിനോളിക് അല്ലെങ്കിൽ നോൺ ഫിനോളിക് ഗ്രൂപ്പ് ഉണ്ടാകാറുണ്ട്. ആൻഡ് ദ മെയിൻ ആൽക്കലോയിഡ് എന്ന് പറയുന്ന ഏതാണ്? എമിറ്റിൻ, സെഫാലിൻ. ഓക്കെ, എമിറ്റിൻ, സെഫാലിൻ, ദെൻ സൈക്കോട്രിൻ. ഇത് മറക്കരുത്, ചിലപ്പോൾ കേൾക്കാത്തോണ്ട് മനസ്സിലാവില്ല. സൈക്കോട്രിൻ, മീഥൈൽ സൈക്കോട്രിൻ, എമറ്റാമിൻ. ഓക്കെ, സോ മെയിൻലി ഒരു എക്സ്പെക്ടോറന്റ് ആയിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഹയർ ഡോസിൽ എമിറ്റിക് ആയിട്ടും ഉപയോഗിക്കാം. സെഫാലിൻ കുറച്ച് കൂടുതൽ എമിറ്റിക് പ്രോപ്പർട്ടിയും എക്സ്പെക്ടോറന്റ് പ്രോപ്പർട്ടിയും ഒക്കെ ഉണ്ട്. പക്ഷെ എമിറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെഫാലിന് കുറവാണ്. എമിറ്റിൻ ഹൈഡ്രോക്ലോറൈഡ് നമ്മളൊരു ആന്റി പ്രോട്ടോസോവൽ ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. കാരണം അമീബയ്ക്ക് അഗെയിൻസ്റ്റ് ഹൈലി ആക്റ്റീവ് ആണ്. ഓക്കെ, സോ എൻഡമിബ ഹിസ്റ്റോറിയൊക്കെ വളരെ ലോ കോൺസെൻട്രേഷനിൽ പോലും നമ്മൾ എമിറ്റിൻ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവര് എന്താ പറയാ, ഡെത്ത് ആയി പോകാറുണ്ട്. അതേപോലെ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാൻ ആന്റി ട്യൂമർ പ്രോപ്പർട്ടിയും എപ്പിക്കാക്ക് നമുക്ക് കാണിക്കാറുണ്ട്. നെക്സ്റ്റ് ഇസ് ബെൻസോയിൻ. ബെൻസോയിൻ അല്ലെങ്കിൽ മിറർ, പിന്നെ ടർമറിക്, നീമ, ഇത്രയും സാധനങ്ങൾ നമ്മൾ ആന്റിസെപ്റ്റിക് ഡിസിൻഫെക്റ്റന്റ് കാറ്റഗറിയിലാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആന്റിസെപ്റ്റിക് ഡിസിൻഫെക്റ്റന്റ് കാറ്റഗറി പഠിച്ച ഒരു സാധനമാണ് ബെൻസോയിൻ. മിറർ എന്ന് പറഞ്ഞാൽ എന്താ? മിറർ അറിയോ? മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുന്തിരിക്കയില്ലേ, കുന്തിരിക്കം. ഓക്കെ, ആ കുന്തിരിക്കത്തിന് പറയുന്ന പേരാണ് എന്താ പറയാ? മിർ. സാമ്പ്രാണി എന്നൊക്കെ പറയില്ലേ, സാമ്പ്രാണിനകത്തൊക്കെ പ്രധാനമായിട്ടുള്ളതാണ് എന്താ പറയാ, ബെൻസോയിൻ എന്ന് പറയുന്നത് മറ്റൊരു പേരാണ് സാമ്പ്രാണി എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. ഓൾ ദീസ് ആർ ഡിസിൻഫെക്റ്റൻസ്. ഓക്കെ, സോ സുമാട്ര, ബെൻസോയിൻ, ലോബാൻ, ഇതൊക്കെ എന്താണ്? ഓൾ ദീസ് ആർ ബെൻസോയിൻ. ബാൽസമിക് റെസിൻ obtained from styrax benzoin and styrax parallelonurus ആണ് അതിന്റെ സ്പീഷീസ്. അപ്പം സ്റ്റൈറാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? സുമാട്ര ബെൻസോയിൻ. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ ബാൽസമിക് റെസിൻ ഫ്രം സ്റ്റൈറാക്സ് ടോൺകൈനസിസ് ആൻഡ് അതർ സ്പീഷീസ് കൊമേഴ്സ്യലി നോൺ ആസ് സയാം ബെൻസോയിൻ. അപ്പൊ എന്തൊക്കെയുണ്ട്? സുമാട്ര ബെൻസോയിൻ, Sumatra benzoin, then balsamic resin and cyan benzoin. So Sumatra benzoin അകത്ത് ഫ്രീ ബാൽസമിക് ആസിഡ്, അത് ബെൻസോയിക് അല്ലെങ്കിൽ സിനമിക് ആസിഡ് ഉണ്ട്, which is derived from the esters. Then ട്രൈടർപിനോയിഡ്സ് ഉണ്ട്, സുമാറസിനോളിക് ആസിഡ്, സയാറസിനോളിക് ആസിഡ് ഒക്കെ ഈ ബെൻസോയിന്റെ അകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഏജന്റ് ആണ്. ഓക്കെ, ദെൻ മേജർ ആയിട്ടുള്ള എന്താണ്? സയാം ബെൻസോയിൻ. The drug also contain vanillin, styrol, phenyl propyl cinnamate ഒക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത്.
നെക്സ്റ്റ് ഈസ് ബെൻസോയിൻ എന്ന് പറയുന്നത് ഒരു ഇറിറ്റന്റ് എക്സ്പെക്ടോറന്റ് ആണ്. ഇറിറ്റന്റ് എക്സ്പെക്ടോറന്റ്, കാർബിനേറ്റിക്, ഡൈയൂററ്റിക്, അതേപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏത് കാറ്റഗറിയിലാണ് പഠിച്ചത്? ആന്റിസെപ്റ്റിക്, ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ദെൻ ഓൾസോ യൂസ്ഡ് എക്സ്റ്റേണലി, ഒരു ആന്റിസെപ്റ്റിക് ആയിട്ടും പ്രൊട്ടക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് കോമ്പൗണ്ട് ടിഞ്ചർ ഓഫ് ബെൻസോയിനും ഇൻഹലേഷനിലും സ്പെസിഫിക്കലി അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിനാണ് നമ്മൾ പൊതുവെ എന്തിനു ഉപയോഗിക്കുന്നത്? Using this antiseptic. First one is benzoin, Sumatra benzoin loban, obtained from Styrax family. Styrax benzoin, Styrax parallonurus. Then Sumatra benzoin, balsamic resin, Styrax tonchinesis. Okay, so benzoic cinnamic acid, Sumatra benzoin contain free balsamic acid, benzoic അല്ലെങ്കിൽ cinnamic acids ഉണ്ട്. It is antiseptic അല്ലെങ്കിൽ protective ആണ്. Used in the form of compound tincture of benzoin, upper respiratory tract infections ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. Next is നമ്മൾ പറഞ്ഞു സ്റ്റൈറാക്സ് ആണ്. ഫാമിലി എന്താ? സ്റ്റൈറേസിയെ. ഓക്കെ, ഫാമിലി സ്റ്റൈറേസിയെ. നെക്സ്റ്റ് ഈസ് മിർറ. മിർറ ആണ് കുന്തിരിക്കം. ഒലിയോഗം റെസിൻ ആണ്. ഓക്കെ, കുന്തിരിക്കം എന്ന് പറയുന്നത് എന്താ? ഒലിയോഗം റെസിൻ. ഗമ്മ്, ബോൾ, മിർറ എന്നൊക്കെയാണ് പല പേരുകളിൽ വിളിക്കാം. കോമിഫോറ, മോൾ, ബുർസുട്ടേസിയ ആണ് അതിന്റെ ഫാമിലി. BC എന്ന് ആലോചിക്കാം. ബുർസുട്ടേസിയ ഫാമിലി വരുന്ന കോമിഫോറ, മോൾ, ഒലിയോഗം റെസിൻ ആണ്. മിറിന്റെ അകത്ത് 10% എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള തിക്ക് വോളറ്റൈൽ ഓയിൽ ആണ്. ഓക്കെ, 60% ഗമ്മും. ഓയിൽ വാട്ടർ ഗം റേഷ്യോ നമ്മൾ അറിയണം. ഓക്കെ, ഓയിൽ 10, ഗം എത്രയുണ്ട്? 60%, വാട്ടർ എത്രയുണ്ട്? 25 to 40%. ഇതാണ് അതിന്റെ റേഷ്യോ. ഓയിൽ 10, വാട്ടർ 25 to 40, അല്ലെങ്കിൽ 40 എടുക്കാം. 10, 40, 60 ആണ് അതിന്റെ ഒരു റേഷ്യോ ആയിട്ട് വരുന്നത്. ഇനി അതിനകത്ത് കോമിഫോറിക് ആസിഡ് പ്രസന്റ് ആണ്. റെസിൻ കണ്ടെയ്ൻ ഈതർ സോല്യൂബിൾ റെസിൻ ആസിഡ്, ആൽഫ, ബീറ്റ ആൻഡ് വൈ കോമിഫോറിക് ആസിഡ്. ആൽഫ, ബീറ്റ, ഹീറാബോമൈറോഹ്ലിക് ആസിഡ് എന്ന് പറയുന്നത് ഈതർ സോല്യൂബിൾ ആണ്. ആസിഡ്സ് പ്രസന്റ് ആണ്. ഇറ്റ് ഈസ് സ്റ്റിമുലന്റ്, ആന്റിസെപ്റ്റിക്, മിറേഴ്സ് ആൻഡ് ആസ്ട്രീജൻ, മ്യൂക്കസ് മെംബ്രെയിനിലും അതേപോലെ ടിഞ്ചർ ആയിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് നീം. നീം അറിയാലോ, മർഗോസ, നീം ഓയിൽ എന്നൊക്കെ പറയും. ഡൈടെർപീൻസ് ആണ്, നാച്ചുറൽ പെസ്റ്റിസൈഡ് ആണ്. നമ്മൾ ചിക്കൻ ബോക്സ് വരുമ്പോഴും ഒക്കെ നമ്മൾ അതിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിന്റെ യൂസ് തന്നെ ആലോചിക്കാലോ. സ്കിൻ ഡിസീസിനും ആന്റി വൈറലായിട്ടും പെസ്റ്റിസൈഡ് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് ആണ് നിംബിഡീൻ എന്നൊക്കെ പറയുന്ന കണ്ടന്റ് ആണ് മെയിൻ പ്രധാനമായിട്ടും വരുന്നത്. സോ നീം എന്ന് പറയുന്ന മെലിഞ്ഞ ഒരു ചെടിയാണ് എന്ന് ആലോചിക്കുക. മെലിഞ്ഞ ചെടി. അപ്പൊ അതിന്റെ ഫാമിലി എന്താണ്? മെലിയേസിയെ. ഓക്കെ, ക്ലൂ ഇട്ട് പഠിക്കാം. മെലിഞ്ഞതാണ്, മെലിയേസിയെ. ആൻഡ് അതിന്റെ അകത്തുനിന്ന് കിട്ടുന്ന നോൺ എഡിബിൾ ആയിട്ടുള്ള ഫിക്സ്ഡ് ഓയിൽസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഒബ്റ്റെയിൻഡ് ഫ്രം ദ സീഡ്സ്, മെച്ചുവേർഡ് സീഡ്സ് ഓഫ് അസാദിരാജ്ത ഇൻഡിക്ക. അപ്പൊ എവിടുന്നാ കിട്ടുന്നത്? അസാദിരാജ്ത ഇൻഡിക്ക മെലിയേസിയെ ഫാമിലി എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ അസാദിരാജ്തിൻ അതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള കണ്ടന്റ് ആണ്. സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡുമായിട്ടുള്ള ഫാറ്റി ആസിഡ് അതിനകത്തുണ്ട്. സ്റ്റീറിക് ആസിഡ്, ഫാറ്റി ആസിഡ്, ദെൻ നിംബിഡോൾ ഒക്കെ അതിനകത്ത് കണ്ടന്റ് ഉണ്ട്. അൺസാപ്പോണിഫൈഡ് ആയിട്ടുള്ള നിംബോസ്റ്റീറോളും അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ള കണ്ടന്റ് ആണ്. ലാസ്റ്റ് ആന്റിസെപ്റ്റിക് ആണ് കുർക്കുമ. കുർക്കുമ അല്ല, മഞ്ഞൾ. അതിന് പറയുന്ന മറ്റു പേരാണ് ഇന്ത്യൻ സാഫ്രോൺ, കുർക്കുമ, ടർമറിക്, ഹൽദി. സോ സിഞ്ചിബറേസിയ ഫാമിലി ആണെന്ന് ഞാൻ പറഞ്ഞത്. കുർക്കുമ ലോങ്ങായി നിന്നാണ് നമുക്ക് ആ പർട്ടിക്കുലർ റൈസോം കിട്ടുന്നത്. നമ്മൾ അതിന് ഉണക്കിയായിരിക്കും സൂക്ഷിക്കുക. ഇറ്റ് കണ്ടെയ്ൻ വോളറ്റൈൽ ഓയിൽ, റെസിൻ, അബണ്ടന്റ് സിഞ്ചിബറേഷ്യസ് സ്റ്റാർച്ച് ഗ്രെയിൻസ്. യെല്ലോ കളേർഡ് സബ്സ്റ്റൻസ് ഉണ്ട്. അതായത് കുർക്കുമിനോയിഡ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള കണ്ടന്റ് ആണ് കുർക്കുമിൻ. ഓക്കെ, സോ കണ്ടിമെന്റ് ഓർ സ്പൈസ്, കളറിംഗ് ഏജന്റ്, എസ്പെഷ്യലി ഓയിൽമെന്റിലും ക്രീമിലും ഒക്കെ കളർ കൊടുക്കാൻ, കളർ ഇമ്പാർട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആന്റിസെപ്റ്റിക് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് കുർക്കുമ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ആന്റി ഹൈപ്പർടെൻസീവ്സ് നോക്കി.
അതേപോലെ ആന്റിസെപ്റ്റിക്സ് നോക്കി. ഇനി നമുക്ക് ആന്റി ടസീവ്സ് നോക്കാം. ആന്റി ടസീവ്സിനകത്ത് വരുന്നത് വസാക്ക, തൊളു ബാൽസം, ദെൻ തുളസി. ഓക്കെ, വസാക്ക, തൊളു ബാൽസം ആൻഡ് തുളസി. ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും വരുന്നത്. സോ ആന്റി ടസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പം നമ്മുടെ ബോഡിയില് ഇത്തിരി കഫമുണ്ട്, നമ്മുടെ ലങ്സിൽ കുറച്ച് കഫമുണ്ട് എങ്കിൽ അതിനെ എക്സ്പെൽ ചെയ്ത് പുറത്ത് കളയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പർട്ടിക്കുലർ ഏജന്റ് ആണ് എന്ത്? ആന്റി ടസീവ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന കാറ്റഗറി. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ആസ് ആന്റി ടസീവ് കാറ്റഗറീസ്. ഓക്കെ, ആന്റി ടസീവ്. സോ antitussives are agents that act upon the pulmonary membrane and hasten അല്ലെങ്കിൽ alter expectoration. They stimulate അല്ലെങ്കിൽ expel the bronchi, mucus. അതേപോലെ അവരുടെ സെക്രീഷൻ ഒക്കെ ബോഡിക്ക് പുറത്തേക്ക് കളയാനും സഹായിക്കും. ബിലീവ് സ്പാസം ബ്രോങ്കിയൽ ടു ഒപ്പിയം, സ്ട്രൊമോണിയം, ലൊബേലിയ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. എപ്പികാക്കുന. പിന്നെ ഇറിറ്റേറ്റീവ് റെസ്പിറേറ്ററി സെന്ററിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മോർഫിൻ പൊഡീൻ, ദെൻ സെനിഗ, ടൊളു ബാൽസം, എമിറ്റിൻ, പൈലോകാർബിൻ. ഇവരെല്ലാവരും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇവര് കഫ് സപ്രസ് ചെയ്യല്ല ചെയ്യുന്നത്, ഇവര് നമ്മളുടെ അവിടുന്ന് കഫം പുറത്ത് കളയാനായിട്ടാണ് പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ടൊളു ബാൽസം അല്ലെങ്കിൽ ബാൽസം ഓഫ് ടൊളു എന്ന് പറയും. സോ ബാൽസം ഓഫ് ടൊളു എന്ന് പറഞ്ഞാൽ എന്താണ്? ബാൽസം ഓഫ് ടൊളു സോളിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് ബാൽസം ഒബ്റ്റൈൻഡ് ഫ്രം ദ ട്രങ്ക് ഓഫ് മൈറോസൈലോൺ ബാൽസമം. എന്താണ്? മൈറോസൈലോൺ ബാൽസമം ബിലോങ്ങിങ് ടു ദ ഫാമിലി ലെഗൂമിനോസിയെ. 35% അല്ലെങ്കിൽ 50% കുറയാതെ ബാൽസമിക് ആസിഡ് ഉണ്ട്, സിനമിക് ആസിഡ് ഉണ്ട്, എത്തനോൾ ഉണ്ട്. ഇറ്റ് ഈസ് ഇൻഡിജീനിയസ് ടു കൊളംബിയ. വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, ക്യൂബയിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ടുളു ഈസ് ദ നെയിം ഓഫ് പ്ലേസ് ഓൺ നോർത്ത് കോസ്റ്റ് ഓഫ് കൊളംബിയ നിയർ കാർട്ടാജിന. സോ അതിന്റെ തൊളു എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേര്, അവിടെ ഉണ്ടാകുന്ന ബാൽസത്തിൽ നമ്മൾ ആ ഒരു സ്ഥലത്തിന്റെ പേരിട്ടെന്നേ ഉള്ളൂ. സോ സിനോണിം ബാൽസം ഓഫ് തുളു, തൊളു ബാൽസം. ഇറ്റ് ഈസ് എ സോളിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് ബാൽസം ഒബ്റ്റൈൻഡ് ഫ്രം ദ ട്രങ്ക് ഓഫ് ട്രീസ് മൈറോസൈലോൺ ബാൽസമം ബിലോങ് ടു ദ ഫാമിലി ലെഗൂമിനോസിയെ. രണ്ടാണ് പ്രധാനമായിട്ടുള്ള കണ്ടന്റ്, സിനമിക് ആസിഡും ബെൻസോയിക് ആസിഡും. എക്സ്പെക്ടോറന്റ് ആണ്, ഫ്ലേവറിംഗ് ഏജന്റ് ആണ്, ആന്റി സെപ്റ്റിക് ആണ്. നമ്മൾ അഡൾട്രേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊളോഫോണിയാണ്, COLOPHONY. ഓക്കെ, ഓക്കെ. സോ കൊളോഫോണി ആണ് നമ്മൾ അതിനെ പ്രധാനമായിട്ടും എന്താ പറയാ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് pathological product secreted by cortex of young twins. It is cut by making a V-shaped incision in the bark. Drug is collected in calabash cup and transferred to containers. ഒന്നുമില്ല, ഒരു പർട്ടിക്കുലർ പ്ലാന്റിന്റെ, ഏത് പ്ലാന്റിന്റെയാ? മൈറോസൈലോൺ ബാൽസമം ലിൻ എന്ന് പറയുന്ന ഫാമിലി വിച്ച് ബിലോങ്സ് ടു ലെഗൂമിനോസിയെ. അതിന്റെ അകത്ത് നിന്ന് നമ്മൾ ലാറ്റക്സ് കളക്ട് ചെയ്യുന്നത് പോലെ അതിന്റെ അകത്ത് ചെറിയ വി ഷേപ്ഡ് ബാർക്ക് ഉണ്ടാക്കും. ആ ബാർക്കിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പർട്ടിക്കുലർ തൊളു ഓഫ് ബാൽസം, തൊളു എന്ന് പറയുന്ന സ്ഥലത്തേലാണ് ഈ ബാൽസം നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോ യെല്ലോയിഷ് ബ്രൗൺ, യെല്ലോ ടു ബ്രൗൺ കളറാണ്. അറോമാറ്റിക് ആണ്, വാനിലിനെ പോലെയാ, വാനിലെ പോലെയാ ഇരിക്കുന്നത്. വാനില കണ്ടിട്ടില്ല, വളരെ എന്താ പറയാ തളിരിലകളാണ്, അതേപോലെയാണ്. സ്മെല്ല് ഒരു അരോമാറ്റിക് വാനില ആണ്. അരോമാറ്റിക് ടേസ്റ്റ് ഉണ്ട്. Tenacious mass becoming harder and finely brittle, darkens on keeping. 90% alcohol soluble ആണ്. അതേപോലെ ക്ലോറോഫോം, ഗേഷ്യൽ അസിറ്റിക് ആസിഡിലൊക്കെ ഇവൻ സോളിബിൾ ആണ്. ആസിഡ് വാല്യൂ നോക്കിക്കോ,
ഇങ്ങനെ തളർന്നിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഒന്നും ആസിഡ് വാല്യൂ ഒന്നും കുറവല്ല. 100 to 160 is the acid value. Then ലിറ്റ്മസിൽ ആൽക്കഹോളിക് സൊല്യൂഷൻ അസിഡിക് ആയിട്ട് മാറ്റും. എസ്റ്റർ വാല്യൂ 40 to 95, സാപ്പോണിഫിക്കേഷൻ വാല്യൂ 170 to 230. Then chemical constituent balsam of Tolu contain 12 to 15% of free cinnamic acid, 8% of free benzoic acid, 7.5% of oily liquid. Okay, so resinous matter which constitute of 80% of the drug. Okay, then Tolu resinotanol ഉണ്ട്, vanillin ഉണ്ട്, കുറച്ച് amount, styrol ഉണ്ട്. ഇത്രയും സാധനങ്ങൾ ഈ ബാൽസം ഓഫ് ടൊളുവിനകത്ത് തന്നെ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, സോ ടൊളു ഓയിൽ യെല്ലോ ആണ്, ഹൈലി ഒരു ഫ്രാഗ്മെന്റ് ആണ്, വെക്കും തോറും ഇത് ഡാർക്ക് കളർ ആകുമെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഹീറ്റ് ചെയ്യുന്ന സമയം ഇത് 2 ഗ്ലാസ്സിലായിട്ട് ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? വി കുഡ് സി ക്രിസ്റ്റൽസ് ഓഫ് സിനാമിക് ആസിഡ്സ് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞു ഇറ്റ് കണ്ടെയ്ൻ സിനാമിക് ആസിഡ് ആൻഡ് ബെൻസോയിക് ആസിഡ്. ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യണം? 2 സ്ലൈഡിൽ ഇടയ്ക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്യണം, ക്രിസ്റ്റൽസ് കാണാൻ പറ്റും. ദെൻ ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് ബാൽസം ഓഫ് ടൊളു എന്ന് പറയുന്നത് ആഡ് സൊല്യൂഷൻ ടു ഫെറിക് ക്ലോറൈഡ്, ഗ്രീൻ കളർ നമുക്ക് കിട്ടും. ദെൻ വാം ജെന്റിൽ 1 gram ഓഫ് ദ ഡ്രഗ് 5 ml പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്യാം, ബെൻസാൽഡിഹൈഡിന്റെ കളർ കിട്ടും. ഓക്കെ, ബാൽസം ഓഫ് ടൊളു എന്ന് പറയുന്നത് എക്സ്പെക്ടോറന്റ് ആണ്, ഫ്ലേവറിംഗ് ഏജന്റ് ആണ്, ആന്റിസെപ്റ്റിക് ആണ്, കോമൺ ഇൻഗ്രീഡിയന്റ് ഓഫ് കഫ് മിക്സ്ചർ, യൂസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് കോൺഫറേറ്ററി, ചൂവിംഗ് ഗംസ് ആൻഡ് പെർഫ്യൂമറി. ഒരുപാട് സമയം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തതിന്റെ ബാക്കിയുണ്ടല്ലോ, അതായത് ഓൾറെഡി എക്സ്ട്രാക്ട് ആയിട്ടുള്ള ടൊളു ഓഫ് ബാൽസം ആണ് നമ്മൾ അലട്രന്റ് ആയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. പിന്നെ കോളോഫോണി ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അബീറ്റിക് ആസിഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, പ്രസൻസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്. ഈ ടൊളു ഓഫ് ബാൽസത്തിന്റെ പ്രസൻസ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അബീറ്റിക് ആസിഡ് ടെസ്റ്റ്. അപ്പം അബീറ്റിക് ആസിഡ് ഉണ്ടെങ്കിൽ അത് കോളോഫോണി ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ടൊളു ഓഫ് ബാൽസത്തിനെ അഡൾട്രേറ്റ് ചെയ്തതാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പെറു ബാൽസം, മൈറോസൈലോൺ, പെരാരി, സെയിം ഫാമിലിയാ, പക്ഷെ നമ്മുടെ ഡ്രഗ് അല്ല. അതിന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റീപ്ലേസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആന്റി ടസീവ് ആണ് വസാക്ക. നമ്മുടെ ആടലോടകം ഉണ്ടല്ലോ, അതാണ് സാധനം. അതാത്തോട, വസാക്ക. അതാത്തോടെ ഉണ്ട്, അദൽസ എന്ന് പറയാറുണ്ട്. മലബാർ നട്ട് എന്ന് പറയുന്നത് എന്താണ്? മലബാർ നട്ട് എന്ന് കേൾക്കുമ്പോഴത്തേക്കും അടക്കയാണെന്നൊന്നും വിചാരിക്കരുത്. മലബാർ നട്ട് ഇസ് വസാക്ക. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടതായത്, മലബാർ നട്ട് എന്ന് പറയുന്നത് എന്താണ്? വസാക്ക. ഡ്രൈഡ് അല്ലെങ്കിൽ ഫ്രഷ് ലീവ്സ് ഓഫ് ദ പ്ലാന്റ്, അതാത്തോട, വസാക്ക. സോ അക്കാന്തേസിയ ഫാമിലി ആണ്. ക്വിനസോളിൻ ആൽക്കലോയിഡ് ഡെറിവേറ്റീവ് ആണ്, എക്സ്പെക്ടോറന്റ് ആണ്. ദെൻ ഓക്സിടോക്സിക്, അബോർട്ടിഫേഷ്യന്റെ ആക്ഷൻ വരെ ഉണ്ട് വസാക്കയ്ക്ക്. ദെൻ കാരിയോഫിലേഷ്യസ് ടൊമാറ്റ കവറിംഗ് ഗ്രാനുലാർ ട്രൈക്കോംസ് ആണ് അതിന്റെ പ്രത്യേകത. കാരിയോഫൈലേഷ്യസ് ടൊമാറ്റ കവറിംഗ് ആൻഡ് ഗ്രാനുലാർ ട്രൈക്കോംസിനെ കവർ ചെയ്ത് നിൽക്കുന്നതാണ് അധാത്തോട, വസാക്ക എന്ന് പറയുന്ന അക്കാന്തേസിയ ഫാമിലിയുള്ള ഡ്രഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഈ വസാക്കയും വിൻകയും തമ്മിൽ തെറ്റിപ്പോവാൻ പാടില്ല. വിൻക നമ്മൾ എവിടെയാ ഉപയോഗിക്കുന്നത്? വിൻക ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ആന്റി നിയോപ്ലാസ്റ്റിക് ഏജന്റ് ആണ് കേട്ടോ. വിൻക എന്ന് പറയുന്നത് ആന്റി നിയോപ്ലാസ്റ്റിക് ഏജന്റ് ആണ് വിൻക എന്ന് പറയുന്നത്. നമ്മളിപ്പോ പറയുന്ന വസാക്ക ഇത് ആന്റി ടസീവ് ആയിട്ടുള്ള ഏജന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് തുളസി, സേക്രഡ് ബേസിൽ, ഹോളി ബേസിൽ എന്നൊക്കെ അറിയപ്പെടും. ഡ്രൈഡ് ലീവ്സ് ഓഫ് ഒസിമം സാന്റം ലീഫ് ഫാമിലി, ലബിയേറ്റിയെ. ഓക്കെ, മെന്തോള്, തുളസി ഇതെല്ലാം ലബിയേറ്റിയെ ഫാമിലിയാണ്. അപ്പം നമ്മൾ ഇതേപോലെ 2-3 ഏജൻസ് പഠിച്ചായിരുന്നു. മെന്തോള് വരുന്ന ഏജൻസ് ഓർമ്മയുണ്ടോ? അതൊക്കെ മെന്തോളിന്റെ കാറ്റഗറി ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ നോക്കിയേ? ഞാൻ പറഞ്ഞിരുന്നു മെന്തോളിന്റെ അതേ ഫാമിലിയാണ്, അതേപോലത്തെ ഇലകളാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? പെപ്പർമിന്റ് ഓയിൽ ഓർമ്മയില്ല? പെപ്പർമിന്റ് ഓയിൽ, മെന്ത,
പിപ്പെരീറ്റ, മെന്തോൾ എന്നാണ് പെപ്പർമിന്റ് ഓയിൽ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ ഓർക്കുന്നില്ലേ? അതും ലബിയേറ്റിയ ഫാമിലിയാ. മെന്തോളും തുളസിയും ലബിയേറ്റിയ ഫാമിലിയാണ്, ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. സോ ലബിയേറ്റിയ ഫാമിലി, ഓസിമം സാന്തം, യുജിനോൺ, കാർബക്രോൾ, യുജിനോൺ, മീഥൈൽ ഈതർ, കാരിയോഫിലിൻ ഒക്കെയാണ് അതിന്റെ പർട്ടിക്കുലർ കാറ്റഗറി. ആന്റി ബാക്ടീരിയൽ, ഇൻസെക്ടിസൈഡൽ, സ്റ്റിമുലന്റ്, അരോമാറ്റിക്, ആന്റി കത്തറൽ, സ്പാസ്മോലൈറ്റിക്, ഡയഫോററ്റിക്, എക്സ്പെക്ടോറന്റ്, ഇമ്മ്യൂണോ മോഡുലേറ്ററി, അങ്ങനെ ഒരുപാട് ആക്ഷൻസ് ഉള്ള ഒരു ആന്റി ടസീവ് ആണ് തുളസി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ആന്റി റുമാറ്റിക് ഏജൻസ്. ഓക്കെ, സോ ആന്റി റുമാറ്റിക്കില് രണ്ട് പ്രധാനപ്പെട്ട ഏജൻസ് ആണ് വരുന്നത്, ഗുഗിൾ ആൻഡ് കോൾച്ചിക്കം. ഏതാണ്? ഗുഗിൾ ആൻഡ് കോൾച്ചിക്കം ആണ് പ്രധാനപ്പെട്ട രണ്ട് ഏജൻസ്. ഓക്കെ, സോ ആന്റി റുമാറ്റിക് എന്തിനാ ഉപയോഗിക്കുന്നത്? ടു ട്രീറ്റ് റുമാറ്റിസം അല്ലെ. സോ സോർനെസ്, സ്റ്റിഫ്നെസ് ഓഫ് മസിൽ, പെയിൻ ഇൻ ജോയിന്റ്സ്, അതൊക്കെയാണ് ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ. ഇപ്പൊ നമ്മൾ അനാൽജസിക്കും ആന്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് ഒക്കെ വെച്ച് തന്നെ മാനേജ് ചെയ്യാറുണ്ട്. പക്ഷെ ഗുഗിൾ അല്ലെങ്കിൽ കോമിഫോറ മുഗിൾ, സലായി, ബോസ്വെലിയ സെറേറ്റ, നിർഗുണ്ടോ, വിറ്റെക്സ് നിർഗുണ്ടോ, ജതാമാൻസി, കോൾച്ചിക്കം, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കാനുള്ളത്. നമുക്ക് രണ്ടാൾക്കാരെ പഠിക്കാനുള്ളൂ, അത് ഗുഗിളും അതേപോലെ തന്നെ കോൾച്ചിക്കോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ കോൾച്ചിക്കം എന്താണ്? ഇന്ത്യൻ കോൾച്ചിക്കം എന്നാണ് അറിയപ്പെടുന്നത്. സീഡ്സ് ഓഫ് കോൾച്ചിക്കം ലൂട്ടിയം ലില്ലിയേസിയെ ഫാമിലി, ഫൗണ്ട് ഇൻ വെസ്റ്റേൺ ഹിമാലയ, കാശ്മീർ ആൻഡ് ചമ്പ. It found an altitude 1000 to 3000 meter. നല്ലതുപോലെ ഓപ്പൺ ലാൻഡിലൊക്കെ കാശ്മീരിലൊക്കെ വളർന്ന് കാണാനായിട്ട് സാധിക്കും കോൾച്ചിക്കം. അതിന്റെ സീഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം എന്താ പറയാ, ഇങ്ങനെ സീഡ് വെതറിക്കഴിഞ്ഞാൽ തന്നെ വളരുന്ന ഒരു എന്താ പറയാ പ്ലാന്റ് ആണ് കോൾച്ചിക്കം എന്ന് പറയുന്നത്. ഇത് കുറച്ച് സമയം എടുക്കും ജെർമിനേറ്റ് ചെയ്യാൻ. അപ്പൊ സീഡ്ലിംഗ് ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഇവരിത് നടാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം 1 മീറ്റർ ഡിസ്റ്റൻസ് ഇട്ടിട്ടായിരിക്കും ഇതിനെ നടുന്നത്. അതിന്റെ മുകളിലെ സ്കെയിൽസും കോഡ്സും ഒക്കെ റിമൂവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനെ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ വെനവർ നമ്മൾ അതിനെ എടുക്കുന്നു, ക്ലീൻ ചെയ്യുന്നു, അതിന് 65 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്യണം. എന്നിട്ട് ഈ പർട്ടിക്കുലർ സീഡിനെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Capsules are collected before their dehiscence from June to July. During ripening, seeds dark color ആവും. എന്നിട്ട് അവരെ ഫ്രൂട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, സെപ്പറേറ്റ് ബൈ ഷിഫ്റ്റിംഗ് ഫ്രം ദ ഫ്രൂട്ട്സ്. സോ സീഡ്സ് പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡാർക്ക് റെഡിഷ് ബ്രൗൺ, പിറ്റഡ് ആണ്, നൺ ബിറ്റർ ആൻഡ് അക്രിഡ് ടേസ്റ്റ് ആണ്, ഗ്ലോബുറൽ അല്ലെങ്കിൽ സ്ട്രോഫിയോൾ ആണ്. കോൾച്ചിക്കം സീഡ്സിനകത്ത് 0.2 to 1% ഓഫ് ആൽക്കലോയിഡ് ഉണ്ട്. കോൾച്ചിസീൻ ആണ് അതിന്റെ കണ്ടന്റ്. ഓക്കെ, സോ കോൾച്ചിസീൻ ആൻഡ് ഡിമോകോൾച്ചിസീൻ അതിന്റെ കണ്ടന്റ് ആണ്. ആൽക്കലോയിഡ് എന്ന് പറയുന്നത് ട്രോപ്പോലോൺ ആൻഡ് സൈക്ലോഹെപ്റ്റഡിനോൾ റിംഗ് സ്ട്രക്ചർ ആണ്. കോൾച്ചിറസിൻ, സ്റ്റാർച്ച് ഒക്കെ, ഫിക്സ്ഡ് ഓയിൽസ് ഒക്കെ ആ ഡ്രഗിന്റെ അകത്ത് ഉണ്ടാകും. മെയിൻലി ഗൗട്ട് റുമാറ്റിസത്തിന് നമ്മൾ ഉപയോഗിക്കും. പിന്നെ മാലിഗ്നന്റ് ട്യൂമർ വരെ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. പക്ഷെ എന്താ പറയാ, നമ്മുടെ ബോഡിക്കും കൂടെ അതെന്ത് ചെയ്യും? ഹാർംഫുൾ ആയിട്ട് സംഭവിക്കാം. സോ പോളിപ്പോയിഡി ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ പൊതുവെ അതിനെ ആന്റി ട്യൂമർ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. ദെൻ ഡ്രൈഡ് സീഡ്സ് ഓഫ് കോൾച്ചിക്കം ഓട്ട്മെനിലേക്ക് കൊണ്ട് നമ്മൾ അതിനെ അഡൾട്രേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേറെ ഒരു കാര്യം കൂടെ പറയണ്ടേ, മെഡോ സാഫ്രോൺ അല്ലെങ്കിൽ മോയിസ്റ്റ് മെഡോസ് എന്നൊക്കെ കേട്ടാൽ, സാഫ്രോൺ എന്ന് കേൾക്കുമ്പോൾ നേരെ മഞ്ഞളിലേക്ക് പോവില്ല, അത് ഇറ്റ് ബിലോങ്സ് ടു കോൾച്ചിക്കം. ഓക്കെ, ദെൻ 70% സൾഫ്യൂരിക് ആസിഡിൽ നമ്മൾ ഇതിനെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യെല്ലോ കളർ കിട്ടും. ഓക്കെ, ദെൻ കോൾച്ചിക്കം കോൺ ഉണ്ട്. കോൺ നമ്മുടെ സാധാ കോൺ പോലെ തന്നെയാണ്. അതിൻ്റെ അകത്തായിരിക്കും ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒട്ടി 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 ഈ ലീവ്സ് എല്ലാം ഉണങ്ങി കഴിയുമ്പോൾ കോൺ പോലെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ്, അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ഏതൊക്കെയാണ്? ഗുഗിൾ പറഞ്ഞില്ല അല്ലെ. സോ ഗുഗിൾ ആൻഡ് കോൾച്ചിക്കം. സോ കോൾച്ചിക്കം എന്താണ്? മെഡോ സാഫ്രോൺ സീഡ്സ്, ഓട്ടം ക്രോക്കസ് എന്നൊക്കെ അറിയപ്പെടും. ഡ്രൈഡ് റൈപ്പ് സീഡ്സ് ഓഫ് കോൾച്ചിക്കം ലൂട്ടിയം ആൻഡ് കോൾച്ചിക്കം ഓട്ടംനെ ബിലോങ്സ് ദ ഫാമിലി ലില്ലിയേസിയെ. ഓക്കെ, ലില്ലിയേസിയെ ഫാമിലിയാണ് കോൾച്ചിക്കം എന്ന് പറയുന്നത്. അമിനോ ആൽക്കലോയിഡ് കോൾച്ചിസിനി ഗൗട്ടിനും റുമാറ്റിസത്തിലൊക്കെ ഉണ്ടാക്കും. ആന്റി ട്യൂമർ ഏജന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ
പോളിപ്ലോയിഡി ഉണ്ടാക്കും. സർക്കുലർ സ്റ്റൊമാറ്റ, കോൾച്ചിസിൻ 70% ആൽക്കഹോൾ, യെല്ലോ കളർ ഉണ്ടാക്കും. ദെൻ കോൾച്ചിസിൻ FeCl3 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡ് കളർ കിട്ടും. ഇതേപോലെ തന്നെ ഒരു ആന്റി റുമാറ്റിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗുഗിൾ. എന്താണ്? ഗുഗിൾ എന്ന് പറയുന്ന ഒരു ഏജന്റും ആന്റി റുമാറ്റിക് ആണ്. ഗുഗിളും ആന്റി ഡയബറ്റിക് ആണ്. ജിംനമയും തമ്മിൽ നമുക്ക് തെറ്റിപ്പോവാൻ പാടില്ല. ദിസ് ഇസ് ഗുഗിൾ. ഓക്കെ, സോ ഗുഗിളിന്റെ പ്രത്യേകത എന്താണ്? ഗുഗിൾ സെൻഡഡ് വെഡിലം ഗം ഗുഗിൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ബിലോങ്സ് ടു ദ ഫാമിലി കോമിഫെറ വെയിറ്റി എന്നാണ് ഫാമിലി നെയിം. ഓക്കെ, കോമിഫോറ വെയിറ്റി ആണ് അതിന്റെ ഫാമിലി നെയിം വരുന്നത്. ഓക്കെ, സോ ഗോലിയോഗം റെസിൻ ആണ് അതിന്റെ ബേസൽ പാർട്ടി. കോമിഫോറ വെയിറ്റിയുടെ താഴെ ചെറിയ എന്താ പറയാ ക്രാക്ക് ഒക്കെ ഇട്ട് കൊടുത്താൽ പർട്ടിക്കുലർലി ഇത് ഡ്രെയിൻ ചെയ്ത് ഇങ്ങ് വരും. ഓക്കെ, സോ ബുർസുട്ടേസി ആണ് അതിന്റെ ഫാമിലി വരുന്നത്. സ്റ്റിറോയിഡ്, ഡൈടെർപിനോയിഡ്സ്, കാർബോഹൈഡ്രേറ്റ്, അലിഫാറ്റിക് എസ്റ്റേഴ്സ് ഒക്കെ അതിലുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി, റുമാറ്റിക്, ഹൈപ്പോലിപ്പിഡീമിക് ആസിഡ്, ഹൈപ്പോകൊളിസ്ട്രീമിക് ഡ്രഗ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാം. അഡൽട്രന്റ് എന്താണ്? കോമിഫോറോ സ്പീഷീസ്, ദെൻ ബോസ്പില്ല, സി മോൾമോൾ ഒക്കെ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാം. സോ ബുൾബുൾ ആൻഡ് കോൾച്ചിക്കമാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വിൻക. വിൻകയാണ് ആന്റി ട്യൂമർ ഡ്രഗ്. വിൻക നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റിനാണ് ഉപയോഗിക്കുന്നത്. അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ഒരു മാസ് ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഇത് അഫക്ട് ചെയ്യുന്നത്. ദെൻ ക്യാൻസർ ഇസ് റിഗാർഡഡ് ആസ് ഇൻക്യൂറബിൾ ഡിസീസ് ഇൻ സെക്കൻഡറി സ്റ്റേജസ്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആൻഡ് സെവറൽ കീമോതെറാപ്യൂട്ടിക് ഏജൻസ് നമ്മൾ ഇതിനെ കാണുന്നുണ്ട്. ഓക്കെ, സോ വിൻക അല്ലെങ്കിൽ കഥാർത്തസ് വിൻക റോസെ പെരി വിങ്കിൾ എന്നൊക്കെ അറിയപ്പെടും. ഡ്രൈഡ് whole plant of Catharandus roseus. Okay, Apocynaceae. So Catharandus roseus, Apocynaceae എന്നൊക്കെയാണ് ഈ പർട്ടിക്കുലർ ഫാമിലിയുടെ പേര് വരുന്നത്. Okay, so it is a drought resistant species and can be propagated by seeds and cutting as the plant blooms throughout the year. വർഷം ഉടനീളം നമ്മൾക്ക് ഈ വിൻക എന്ന് പറയുന്ന പ്ലാന്റ് ഫ്ലവർ തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ സീഡ് എന്താ പറയാ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് കതറാന്തസ് റോസിയസ്, ശവന്നാറി എന്ന് പറയുന്ന സാധനം ഇല്ലേ, ശവന്നാറി, അതാണ് ഈ വിൻക എന്ന് പറയുന്നത്. ശവന്താറിയ. സോ അത് അറിയാലോ, എപ്പോഴും അതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സീഡ് കളക്ഷൻ വലിയ ബുദ്ധിമുട്ടല്ല. So the plant require very little irrigation and can be raised as an off-season crop. Cultivation June, July ലാണ് പ്രധാനമായിട്ടും ഉണ്ടാകുക. ഹാർവെസ്റ്റിംഗ് 2 മുതൽ 3 പ്രാവശ്യം വരെയൊക്കെ നമ്മൾ നടത്തും. ഈ സീഡ്സ് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് പ്ലാന്റിന് ഫെബ്രുവരി ആകുമ്പോഴേക്കും മണ്ണിന്ന് പൊക്കും. ഡിപ്പെൻഡിങ് അബൌട്ട് ദി ടൈപ്പ് ഓഫ് സോയിൽ ഇറിഗേഷൻ കൊടുക്കാം. 700 മുതൽ 1000 കിലോ വരെ അതിന്റെ ലീഫ് നമുക്ക് ഒരു ഹെക്ടറിന് എടുക്കാൻ പറ്റും. ലീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക, ഉണക്കുക, മാർക്കറ്റിലേക്ക് അയക്കുക. അതേപോലെ റൂട്ടും നല്ലതുപോലെ കഴുകുക, ഡ്രൈ ചെയ്യുക, മാർക്കറ്റിലേക്ക് അയക്കുക. സോ ഒരു പ്ലാന്റിനെ മൊത്തം നമുക്ക് ഉപയോഗിക്കാം. ഡ്രൈഡ് ഹോൾ പ്ലാന്റ് ഓഫ് കഥാരന്തസ് റോസിയസ് ആണ് ഇവിടെ പറയുന്ന പ്ലാന്റ്. ശരിക്കും ശവന്നാറി എന്ന് പറയുന്ന പ്ലാന്റ് തന്നെ. ഓക്കെ, അത് തന്നെ മനസ്സിൽ വെച്ചാൽ ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് ഫ്ലവർ കിട്ടും എന്നൊക്കെ ഓട്ടോമാറ്റിക്കലി അപ്പൊ ഓർമ്മ വരും. ഗ്രീൻ ലീഫ്, റൂട്ട് പെയിൽ ഗ്രേ, ഫ്ലവേഴ്സ് വയലറ്റ്, പിങ്ക്, വൈറ്റ്, കാർമൈൻ റെഡ്, പല കളറിലുണ്ട്. ഓർഡർ ക്യാരക്ടറിസ്റ്റിക്, ടേസ്റ്റ് ബിറ്റർ. വിൻക എന്ന് പറയുന്നത് ഇറക്റ്റ് പബിസന്റ് ഹെർബാണ്. ബ്രാഞ്ച്ഡ് ടാപ്റൂട്ട്, ലീവ്സ് ആർ സിമ്പിൾ, പെറ്റിയോലേറ്റ്, ഒവേറ്റ്, ദെൻ ഫ്ലവേഴ്സ് ബ്രാക്ടേറ്റ്, റെഡിസലേറ്റ്, കോമ്പിറ്റേറ്റ്. അപ്പൊ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ബ്ലാക്ക് സീഡ്സ് ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് ഇനി പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യൂണിസെല്ലുലാർ കവറിംഗ് ട്രൈക്കോംസ് ആണ്. ഒരു സെല്ലിനെ മാത്രം കവർ ചെയ്യത്തക്ക നീളമുള്ള ട്രൈക്കോം. ട്രൈക്കോം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മുള്ളു പോലെ നിൽക്കുന്ന സാധനങ്ങളാണ് അല്ലെ. അപ്പം ഒരു യൂണിസെല്ലുലാർ കവറിംഗ് ട്രൈക്കോം ആണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, പാലിസൈഡ്സ് ഒരു സിംഗിൾ ലെയറിലാണ് പാലിസൈഡ് സെൽസ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസ് ആണ്. സ്പോഞ്ചി പാരൻകൈമ ഉണ്ട്. ദെൻ സൈലം ആൻഡ് ഫ്ലോയം സെന്ററിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ക്രൂസിഫറസ് സ്ട്രോമേറ്റ, അത് ഇമ്പോർട്ടന്റ് ആണ്.
ക്രൂസിഫറസ് സ്റ്റൊമാറ്റ ഉണ്ട്, കാൽസ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് ആബ്സെന്റ് ആണ്. ഓക്കെ, സോ വിൻഗയ്ക്കകത്ത് ഒരുപാട് തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്, ഗ്ലൈക്കോസൈഡ്സ് ആൽക്കലോയിഡ്സ് എല്ലാം ഉണ്ട്. ഇൻഡോളിൻ ആൽക്കലോയിഡ്സ് ഉണ്ട്. 60 ആൽക്കലോയിഡ്സ് വരെ വിൻഗയിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ട്. വിൻക്രസ്റ്റിൻ, വിൻബ്ലാസ്റ്റിൻ, ഇതൊക്കെ ഈ പർട്ടിക്കുലർ ഡ്രഗിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതേപോലെ തന്നെ അജ്മാലിസീനും സർപ്പന്റൈനും ടെട്രാ ഹൈഡ്രോ ആൽസ്റ്റോണിനും ഒക്കെ ഈ ഡ്രഗിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. വിൻബ്ലാസ്റ്റിനും വിൻക്രസ്റ്റിനും ആലോചിക്കാമല്ലോ, അജ്മാലിനും നിങ്ങൾക്ക് ആലോചിക്കാം, സെർപ്പന്റിനും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. ഓക്കെ, ഇത്രയുമാണ് വിൻക്രസ്റ്റിൻ. ലുക്കീമിയയുടെ ട്രീറ്റ്മെന്റിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വിൻക്രസ്റ്റിൻ ലുക്കീമിയ ട്രീറ്റ്മെന്റ് ആൻഡ് വിൻബ്ലാസ്റ്റിൻ പ്രധാനമായിട്ടും ഹോഡ്ജ്കിൻ ഡിസീസ് ആൻഡ് കോറിയോ നെപ്പിത്തിലിയോമ, ഇതെല്ലാം ക്യാൻസറിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ആണ്. ലുക്കീമിയ മീൻസ് ബ്ലഡ് ക്യാൻസർ, ഹോഡ്ജ്കിൻസ് എന്ന് പറയുന്നത് ബ്ലഡ് ക്യാൻസറിന്റെ തന്നെ വേറൊരു വകഭേദമാണ്. ദെൻ വിൻക ഓൾസോ എക്സിബിറ്റ് ഹൈപ്പോടെൻസീവ് ആൻഡ് ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടി. അപ്പൊ വിൻകോ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പേഷ്യന്റ് BP ലോ ആകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഈസ് ആന്റി ലെപ്രോട്ടിക് ഏജന്റ്. ആന്റി ലെപ്രോട്ടിക് ഏജന്റ് ഏതാണ്? ചൗൽമൂഗ്ര ഓയിൽ. ഓക്കെ, സോ ലെപ്രസി ഒരു ഇൻഫെക്ഷസ് ഡിസീസ് കോസ്ഡ് ബൈ മൈറ്റോകോബാക്ടീരിയം ലെപ്രേ. അത് നമ്മുടെ സ്കിന്നിനൊക്കെ എഫക്ട് ചെയ്യും, ഡിഫോമിറ്റി ഉണ്ടാക്കും, ദെൻ തിക്നെസ് ഉണ്ടാക്കും സ്കിൻസിൽ. കുറച്ച് കഴിയുമ്പോൾ അവിടെ തൊട്ടാലൊന്നും ആൾക്കാർ അറിയില്ല, ഡീസെൻസിറ്റൈസ് ആയിപ്പോ. ഡ്രഗ് ലെപ്രസിക്കാണ് കൊടുക്കുന്നത്, ആന്റി ലെപ്രോട്ടിക് എന്നാണ് പറയുന്നത്. ലെപ്രസി ഒരു ക്യൂറബിൾ ഡിസീസ് ആണ്, പക്ഷെ ഒരുപാട് നാളത്തെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. ദെൻ ബ്രഹ്മി, ചൗൽമൂഗ്ര ഓയിൽ ഒക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ബ്രഹ്മി, അസായ്, ഏഷ്യേറ്റിയോസൈഡ് ചൗൽമോഗ്ര ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത്. ചൗൽമോഗ്ര ഓൾസോ കോൾഡ് ഹിപ്നോകാർപ്പസ് ഗിനോകാർഡിയ ഓയിൽ എന്നൊക്കെയാണ് അറിയുന്നത്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഹിപ്നോകാർപ്പസ് ആൻഡ് ഹെൽമെന്തിക്ക പിറേറ്റെ. ദെൻ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഫ്ലാക്കോട്ടേസിയെ. കോൾഡ് എക്സ്പ്രഷൻ മെത്തേഡ് ആണ്. ചൗൽമോഗ്ര പ്ലാന്റ് മ്യാൻമർ, തായ്ലൻഡ്, ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ചൗൽമോഗ്ര സീഡ്സിനകത്ത് 40 മുതൽ 45% ഫിക്സ്ഡ് ഓയിലാണ് ഉണ്ടാവുക. ഡീകോർട്ടിക്കേറ്റ് ചെയ്തിട്ട് ഹൈഡ്രോളിക് പ്രസ്സിൽ കൂടിയാണ് നമ്മൾ ഇതിനെ ഫിൽട്ടർ ചെയ്യുന്നത്. യെല്ലോ ടു ബ്രൗണിഷ് യെല്ലോ കളർ ക്യാരക്ടറിസ്റ്റിക്, അക്രിഡ് ആണ്, ആൽക്കഹോൾ സോല്യൂബിൾ ആണ്. സോഫ്റ്റ് വൈറ്റ് 25% ആണ്. ദെൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു ചൗൽമോഗ്ര ഓയിൽ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ലെപ്രസിക്ക് ആകുമ്പോൾ എന്താ, സ്ട്രോങ് ബാക്ടീരിയസൈഡൽ ആക്ടിവിറ്റി രണ്ടിനകത്തും, ലെപ്രയ്ക്കും ട്യൂബർകുലോസിസിനും എഗെയിൻസ്റ്റും അത് ആക്റ്റീവ് ആണ്. അതേപോലെ ലെപ്രസി, സോറിയാസിസ്, റുമാറ്റിസത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇവരെ യൂസ് ചെയ്യും. എക്സ്റ്റേണൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ടൈറ്റ്ലി ക്ലോസ്ഡ് കണ്ടെയ്നറിനകത്ത് തണുത്ത ഒരു കൂൾ പ്ലേസിൽ വേണം നമ്മൾ ഇതിനെ സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ എടുക്കാം ആന്റി ഡയബറ്റിക് ഏജന്റും, പിന്നെ എന്താ ഇനിയുള്ള ആന്റി ഡയബറ്റിക്കും ആന്റി ഡയൂററ്റിക്കും എൻസൈംസും നമുക്ക് നാളെ എടുക്കാം. തീർന്നില്ലേ? അത്രയല്ലേ ഉള്ളൂ. ആന്റി ഡിസെൻട്രിക് എപ്പിക്കാക്ക് എടുത്തു. ഇനി ആന്റി ഡയൂററ്റിക്, ആന്റി ഡയബറ്റിക്, ആന്റി മലേറിയൽ, ഓക്സിറ്റോക്സിക്, വൈറ്റമിൻ, എൻസൈം, പെർഫ്യൂം ആൻഡ് ഫ്ലേവറിംഗ്. എൻസൈമും പെർഫ്യൂം ആൻഡ് ഫ്ലേവറിംഗും വൈറ്റമിൻസും ഓക്സിറ്റോക്സിക് ഒക്കെ ഓൾറെഡി എടുത്തതാണ്. ഇത് രണ്ടും ഒന്നുകൂടി ഞാൻ ഡയൂററ്റിക്കും ഇതും ഒന്നുകൂടെ എംഫസൈസ് ചെയ്ത് നാളെ പറയാം കേട്ടോ. താങ്ക് യു.